ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് ബാലേന്ദ്ര മേനോൻ ചോദിക്കും, നിങ്ങൾ ഗംഗാധര മേനോന്റെ വീട്ടിൽ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി കൂടെ കൂടെ പോയിരുന്നത് വൈജയന്തിയെ കാണാൻ വേണ്ടി മാത്രം. പുനലൂരിലെ അമ്മച്ചി കൊടുത്തയക്കുന്ന പലഹാരങ്ങളും അച്ചാറുകളും അവിടെ കൂടെ കൂടെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അത് സുപ്പീരിയർ ഓഫീസറോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് വൈജയന്തിയെ കാണാൻ വേണ്ടി മാത്രം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ മിസ്റ്റർ മേനോൻ, പ്രേമം തലയ്ക്ക് പിടിച്ചിരുന്ന കാലം, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വൈജയന്തിയെ മാത്രമെന്ന് തീരുമാനിച്ച കാലം, ഞാൻ അവിടെ പോയിരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അത് അവൾക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലേന്ദ്രന്റെ അടുത്ത് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങളല്ലേ ആഗ്രയിലെ ഒരു സ്കൂളിൽ വൈജയന്തിക്ക് ജോലി ശരിയാക്കി കൊടുത്തേന്ന്? അതെ മിസ്റ്റർ മേനോൻ. ഗംഗാധര മേനോൻ ട്രാൻസ്ഫറായി ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാറുമ്പോൾ വൈജയന്തിയെ മറിച്ച് കേരളത്തിലോട്ട് വിട്ടേ പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് ഓർക്കാൻ കൂടി പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ അവിടെ ഒരു സ്കൂളിൽ അവൾക്കൊരു ടീച്ചർ ജോലി മേടിച്ചു കൊടുത്തു. അങ്ങനെ ഡൽഹിയിലോട്ട് ഗംഗാധര മേനോനും ഫാമിലിയും മാറിക്കഴിഞ്ഞപ്പോൾ ആഗ്രയിൽ ഞാനും വൈജയന്തിയും മാത്രം. അത് ഞങ്ങളുടെ ലോകമായിരുന്നു മിസ്റ്റർ മേനോൻ. ആഗ്രയിൽ സൂര്യൻ ഉദിക്കുന്നതേ ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ കുറെ ഡയലോഗൊക്കെ വിടുന്നുണ്ട്. മുംതാസിന് വേണ്ടി താജ്മഹൽ പണിഞ്ഞതുപോലെ അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല മിസ്റ്റർ മേനോൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയാണ് കേട്ടോ. അന്നേരം അയാൾ ചോദിക്കും, അല്ല ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ഇതൊക്കെ എല്ലാ കാര്യവും കൃത്യമായിട്ട് നിങ്ങൾക്കറിയാലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇതൊക്കെ എന്നോട് ഗംഗാധര മേനോൻ തന്നെ പറഞ്ഞാന്നേ. അന്നത്തെ കാലത്ത് എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിയേ, എത്ര നേരാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചിരിക്കും. എന്നിട്ട് പറയും, ബാലേന്ദ്ര മേനോൻ, നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് സ്റ്റോറി? നിങ്ങൾക്ക് എന്നോട് പറയാൻ കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, അത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയാം, നിങ്ങളുടെ സ്റ്റോറി കഴിഞ്ഞോട്ടെ. എൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞില്ലല്ലോ സ്റ്റാൻലി ജോസഫ്, നിങ്ങളും വൈജയന്തിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആഗ്രയിൽ ജീവിച്ചിരുന്നില്ലേ എന്നങ്ങ് ചോദിച്ചതും നമ്മുടെ സ്റ്റാൻലിയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ. അവള് ഗർഭിണിയായപ്പോൾ നിങ്ങൾ അവളെ ഒരു വാടക വീട്ടിൽ താമസിപ്പിച്ച് നിങ്ങൾ കുറച്ച് മാറി നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ശരിക്കും വൈജയുടെ ആരാ, ഏട്ടനാണോ എന്ന് ചോദിക്കും. വൈജയന്തിയുടെ രണ്ട് ആങ്ങളമാരെ നിങ്ങൾ അറിയും സ്റ്റാൻലി, ഒന്ന് രാജീവ് മേനോൻ, ഒന്ന് ശിവശങ്കര മേനോൻ എന്ന് പറയുമ്പോൾ, ഓ യെസ് ഞാൻ മറന്നു, നിങ്ങൾ ബാലേന്ദ്ര മേനോനാണല്ലോ. അപ്പോൾ നിങ്ങളായിരിക്കും ആ വാടക വീട്ടിൽ നിന്നും വൈജയന്തിയെ ബലമായി ഇറക്കിക്കൊണ്ടുപോയത്. അതിലൊന്ന് ഗംഗാധര മേനോനാണെന്ന് എനിക്കറിയാം, വേറെയും 4 പേരുണ്ടായിരുന്നു, അതിലൊരാൾ നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്ര മേനോൻ പറയും, അതിലൊന്നും ഞാൻ കക്ഷി ചേർന്നിട്ടില്ല മിസ്റ്റർ സ്റ്റാൻലി, എൻ്റെ റോൾ അവിടെ ഒന്നല്ലാന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഞാനൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചോട്ടെ മിസ്റ്റർ സ്റ്റാൻലി, വൈജയന്തിയെ ഒളിവിൽ പാർപ്പിച്ച സമയത്ത് താങ്കൾ എവിടെയായിരുന്നു എന്ന്? എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പുനലൂരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അന്നേരം വൈജയന്തിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആയയെ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. അമ്മച്ചി മരിച്ചു. അതിൻ്റെ ചടങ്ങൊന്നും കഴിയാതെ എനിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതിനിടയ്ക്കാണ് വൈജയന്തിയെ ഗംഗാധര മേനോനും മറ്റുള്ളവരും കൂടെ വന്നിട്ട് കൊണ്ടുപോയതെന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങൾ ഇതിനിടയ്ക്ക് വൈജയന്തിയെ കണ്ടിട്ടേ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, 10-23 വർഷമായി ഇത് നടന്നിട്ട്, അതിനിടയ്ക്ക് ഞാൻ വൈജയന്തിയെ കണ്ടിട്ടേ ഇല്ല. അവളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടാവും, ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത്. അവളും ഏതെങ്കിലും വിഡ്ഢിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും, വിഡ്ഢി എന്ന് പറഞ്ഞത് നമ്മുടെ ബാലേന്ദ്രനെയാണല്ലോ. അന്നേരം കാണായിരുന്നു ബാലേന്ദ്രന്റെ മുഖം. ഞാൻ കല്യാണം കഴിച്ചില്ലേ, എനിക്ക് കുഞ്ഞുങ്ങളും ഉണ്ട്, അതുപോലെ അവളും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ സ്റ്റാൻലി പറയുന്ന നേരത്ത്, അതെ ശരിയാണ്, അവള് കല്യാണം കഴിച്ചു, അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി, ഇന്ന് ഈ ലോകത്ത് അവളും ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ചോദിക്കും, ഓ അതും നിങ്ങൾക്കറിയാവോ? എല്ലാം നിങ്ങൾക്കറിയാലോന്ന്. എന്തുകൊണ്ടാ സ്റ്റാൻലി അവളെ കല്യാണം കഴിച്ച ആൾ ഒരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, അത് ഞാൻ പറഞ്ഞത്, എന്നെ സ്നേഹിച്ച പോലെ അവൾക്കിനി ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രനെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിട്ടോ. ആ ശരിയാണ് സ്റ്റാൻലി പറഞ്ഞത്, അവൾക്ക് അയാളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓ അതും നിങ്ങൾക്കറിയാവോ? എല്ലാം മിസ്റ്റർ, എനിക്കറിയാം. കാരണം നിങ്ങളാ പറഞ്ഞ വിഡ്ഢിയില്ലേ, അത് ഞാനാണെന്ന് പറയുമ്പോൾ ആകപ്പാടെ ഷോക്കാവാണ് കേട്ടോ സ്റ്റാൻലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.